റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയാൻ പോകുന്ന ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുന്ന് പറഞ്ഞു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബഹ് വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ. ഒരു മനുഷ്യൻ ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച ഒരു ദീനാർ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് വിചാരിക്കുക. ദീനാർ എന്തിനു വേണ്ടി ചെലവഴിച്ചത്? യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബഹ്, അതല്ലെങ്കിൽ ഒരു ദീനാർ, അത് നീ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് വിചാരിക്കുക. ദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, അതല്ലെങ്കിൽ ഒരു മിസ്കീനിന് ദാനമായി ഒരു ദീനാർ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ മൂന്ന് കാര്യങ്ങളുടെ വില നിങ്ങളുടെ മനസ്സിൽ എത്ര വലുതാണ്? അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലെ യുദ്ധം, ഒരു അടിമയെ മോചിപ്പിക്കുക, ഒരു ദരിദ്രനായ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുക. നാലാമത്തേതും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നാലാമത്തേത് ഒരു ദീനാർ, അത് നീ നിന്റെ കുടുംബത്തിന് കൊടുത്തതാണ്. നിന്റെ ഭാര്യക്ക്, നിന്റെ മക്കൾക്ക്, അല്ലെങ്കിൽ നിന്റെ ഉമ്മക്ക്, നിന്റെ ഉപ്പക്ക്, നിന്റെ സഹോദരങ്ങൾക്ക്, അവർക്ക് കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്ദമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രതിഫലമുള്ളത് നീ നിന്റെ കുടുംബത്തിന് കൊടുത്തതിലാണ്. എത്ര ആളുകൾ ഇത് ചിന്തിക്കാറുണ്ട്? നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഉമ്മാക്കോ അതല്ലെങ്കിൽ ഉപ്പാക്കോ അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് പൈസ കൊടുക്കുമ്പോഴോ അവർക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത് എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട്? നമ്മൾ പലരും ഇതൊരു പുണ്യമായി പോലും കാണുന്നില്ല. പക്ഷെ നീയത്തുണ്ട് എങ്കിൽ മഹത്തരമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് വീട്ടുകാർക്ക് ചെലവ് നൽകുക എന്നത്. കാരണം അതിൽ അള്ളാഹു നൽകിയ വാജിബായ സദഖയാണ്. അവനവന്റെ വീട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളത് വാജിബാണ്, മറ്റുള്ളത് സുന്നത്താണ്.